ഒരു വെറൈറ്റി വയനാടൻ ഉത്സവം. നമ്മൾ അതിന് പോയ ചെറിയൊരു ബ്ലോഗാണ്. വേറൊന്നല്ല, ചെറിയൊരു പുത്തരി മഹോത്സവം. ഇത് നമ്മളെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി ഗോത്രത്തിന്റെ തറവാടുകളിൽ നടക്കുന്ന ചെറിയൊരു ഉത്സവം. വലിയൊരു ഉത്സവം പുറകെ വരുന്നുണ്ട്. ഇവിടെ ഉള്ളത് മുഴുവൻ ഈ തറവാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. നമ്മളിവിടെ എത്തിയത് ചെറിയൊരു ക്ഷണം കിട്ടി. ക്ഷണിച്ചത് എന്നെയല്ല കേട്ടോ, ഈ ഇരിക്കുന്ന ആളെയാണ്. ഇത് വേറെ ആരുമല്ല, ഇവരെ കൊലദേവതനെ കെട്ടിയാടുന്ന കൊലധാരിയാണ് ദാസം മുന്നൂറ്റെ. നമ്മളെ ഈ നാട്ടില് മൂപ്പരറിയാത്ത ആൾക്കാർ കുറവായി. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ആദ്യം കിട്ടിയത് നല്ലൊരു ഗ്ലാസ് കാപ്പി. കാപ്പിക്ക് കടി ഇവിടുത്തെ ദൈവത്തിന് അർപ്പിച്ച പഴവും. ദാസാപ്പന്റെ കൂടെ നമ്മൾ എവിടെ പോയാലും നല്ല കട്ട പോസ്റ്റ് ആയിരിക്കും അതെവിടെയാണെങ്കിൽ. പിന്നെ നമ്മൾ എവിടെ പോയാലും അവിടേക്ക് ഇതുപോലത്തെ കുറെ ചെങ്ങായിമാരുണ്ടാവും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. തറവാടിനോട് ചേർന്ന് തന്നെ ഒരു കുടുംബക്ഷേത്രം. ഈ മതിലുകൾ മുഴുവനും വയൽ മണ്ണ് കൊണ്ട് മെഴുകി മിനിക്കിയതാണ്. ഇതുപോലെ ഒരുപാടുണ്ട് തറവാടിന് ചുറ്റും. എല്ലാവരും ചോറ് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഇവരെ വർത്താനം തീർന്നിട്ടില്ല. തീർന്നിട്ടും കാര്യമൊന്നുമില്ല, ചോറ് തീർന്നു പോയിട്ടുണ്ട്. ഇനി കഴിക്കണമെങ്കിൽ ചോറ് വെക്കണം. നമ്മൾ എവിടെ പോയാലും ഇതാണ്. ഇതൊക്കെ ശീലായി, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇനി ഇവിടുത്തെ അടുക്കളയും കൂടി പരിചയപ്പെടുത്തരാം. ഞങ്ങളെ ഭാഷയിൽ പറയുന്നത് വറഞ്ചി. അത് അരി കഴുകിയിടുന്ന കൊമ്മ, അത് മീന് പിടിച്ചിടുന്ന കൂട്ടം. ഇവിടെ നല്ല പുഴമീനൊക്കെ പിടിച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ആ അടുപ്പത്ത് വേവുന്നത് നമുക്ക് കഴിക്കാനുള്ള ചോറാണ്. വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഭക്ഷണം വെക്കുന്നത് പുറത്താണ്. നമുക്ക് കഴിക്കാനുള്ള ചോറെല്ലായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതുപോലുള്ള തറവാടുകളിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക ഒരു രുചി തന്നെയുണ്ട്. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം. ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടിയും കൂടിയുണ്ട്. ഈ പാട്ട് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഗോത്രത്തിലുള്ള ആരെങ്കിലും മരിക്കുമ്പോഴാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു ബ്ലോഗിൽ കാണാം. ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.